അയാൾ കള്ളനാണ്. അയാൾ ഉണ്ടാക്കുന്ന പണം പാവപ്പെട്ട രോഗിയെ ശുശ്രൂഷിക്കാനാണ് എന്നത് അയാൾ ചെയ്യുന്ന കളവിനെ ന്യായീകരിക്കുന്ന മാനദണ്ഡമല്ല. അതുകൊണ്ടാണ് നക്സലൈറ്റ് പ്രസ്ഥാനത്തെ ലോകത്തെ മഹാബുദ്ധിജീവികൾ എതിർത്തു പോന്നിട്ടുള്ളത്. അപ്പൊ ചെയ്യുന്നത് ഒരാള് മദ്യം വിറ്റ് പണം കൊണ്ട് പാവപ്പെട്ടവൻ ആയിരക്കണക്കിന് വീട് വെച്ചു കൊടുക്കും. പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കൽ നല്ലതല്ലേ? അതെ. പക്ഷെ മദ്യം വിറ്റ് ആയിരങ്ങളെ കൊന്നുകൊണ്ടല്ല, ആയിരക്കണക്കിന് യുവാക്കളുടെ കരളും കൽബും നശിപ്പിച്ചിട്ടല്ല, കുടുംബത്തിന്റെ അത്താണി നശിപ്പിച്ചിട്ടല്ല, ഭാര്യയെ ചവിട്ടി മർദ്ദിക്കുന്ന, മക്കളെ പീഡിപ്പിക്കുന്ന കള്ളുകുടിയനായ കുറെ ആളുകളെ സൃഷ്ടിച്ചുകൊണ്ടല്ല പാവപ്പെട്ടവന് വീടുണ്ടാക്കി കൊടുക്കേണ്ടത്. ഇസ്ലാമിനൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിന്റെ ലക്ഷ്യവും മാർഗവും പരിശുദ്ധമായിരിക്കണം. ഇസ്ലാമിന്റെ ലക്ഷ്യവും മാർഗവും പരിശുദ്ധമായിരിക്കണം. എപ്പോഴും എല്ലാ വിശ്വാസികളും ആലോചിക്കണം. ഇവിടെ പുറത്തുനിന്ന് കൂടുതൽ ആളൊന്നും ഈ പ്രസംഗം കേൾക്കുന്നില്ല, എനിക്കറിയാം. ഇന്നും എന്റെ പ്രസംഗം കേട്ട മുജാഹിദുകൾ നിങ്ങളാകണം. ഇവിടെ വേറെ പുറത്തുനിന്ന് ആരും കൂടുതൽ കേൾക്കുന്നില്ല. 1, 2, 3 ആളുകൾ കേട്ടെങ്കിലായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും ഇസ്ലാം ഉപയോഗിക്കുന്ന മാനദണ്ഡം നന്നാവണം, മാർഗവും ലക്ഷ്യവും നന്നാവണം. ലക്ഷ്യം നന്നാകുകയും മാർഗം എന്തുമാവാമെന്ന ഭൗതിക പ്രത്യയശാസ്ത്രത്തിന്റെ തത്വമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തത്വം. ഇസ്ലാം അങ്ങനെ ഒരു ദർശനം ലോകത്തിന് മുമ്പിൽ വെച്ചിട്ടില്ല. നിനക്ക് പണക്കാരനാവാം, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നീ അധ്വാനിക്കണം, അനുവദനീയമായ മാർഗമായിരിക്കണം. അന്യന്റേതായ ഒരു സൂചിപ്പൊട്ട് പോലും നിന്റെ സമ്പാദ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാമിന് കണിശതയുണ്ട്. അന്തസ്സായ ഒരു ദർശനത്തിന് കണിശതയുണ്ട്. ഒരാളുടെ ധനം അപഹരിക്കരുത് എന്ന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ കയറി നിന്ന് ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏതൊരു കാര്യത്തിലുമുണ്ട് ഈ കണിശതയും വ്യവസ്ഥയും. അതുകൊണ്ട് നബിദിന റാലി നടത്തുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് തിന്മയാണ് എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറയും. നബിദിന റാലി എന്ന് പറയുന്നത് ഒരു തിന്മയാണ്, പ്രവാചക തിരുമേനി പഠിപ്പിക്കാത്ത ഒരു തിന്മ. അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടത് തിന്മയാകുന്നു. എന്തുകൊണ്ടാണത് തിന്മയാകുന്നത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരാകുന്നു അത് എന്നുള്ളത് കൊണ്ടാണ്. ഈമാനിന്റെ ശാഖകളെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി ചർച്ച ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ. ഇമാതത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. പ്രവാചക തിരുമേനിയുടെ വാക്കുകളാണ്. പ്രവാചകനെ സ്നേഹിക്കുന്ന ഏതൊരു യുവാവും പിന്നീട് അവൻ റോഡിന് മാർഗതടസ്സം സൃഷ്ടിക്കുകയില്ല. അവന്റെ വാഹനം കൊണ്ടോ കല്ലുകൊണ്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ റോട്ടിൽ വാഹന തടസ്സം ഉണ്ടാക്കരുത് എന്ന് പ്രവാചകന്റെ വചനത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു മുസ്ലിമും റോഡ് ബ്ലോക്ക് ചെയ്യുക എന്നത് ചിന്തിക്കുക പോലുമില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ആ പ്രസ്ഥാനമാണ്. ഇത് പറയാൻ അവകാശമുള്ള ഏക പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പ്രസ്ഥാനം. റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്ന് മനുഷ്യരാശിയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ പ്രസ്ഥാനം. ആളുകളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെ തടുക്കരുത് എന്ന് പറഞ്ഞ പ്രസ്ഥാനം. റോഡ് ബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്നത് പുണ്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകഗുരുവായ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകന്റെ ജന്മദിനത്തിനല്ലേ ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്തത്? അതൊരു നന്മയായിരിക്കും. ശിക്ഷയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ. അള്ളാഹുവിന്റെ ശിക്ഷയാണ്, രക്ഷയല്ല. പ്രവാചക തിരുമേനി ഒരു കാര്യം പഠിപ്പിക്കുക, എന്നിട്ട് നീ അതിനെതിരെ പ്രവർത്തിക്കുക, എന്നിട്ട് നീ വിചാരിക്കുന്നു എനിക്കിതിന് പുണ്യമുണ്ട് എന്ന്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ആ പുണ്യം എന്തുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വേണ്ട എന്ന് വെച്ചത്? 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. 2 റബീഉൽ അവ്വൽ സമാഗതമായി അല്ലേ? മദീനയുടെ തെരുവീതികളിൽ ലക്ഷക്കണക്കിന് സഹാബികൾ ഉപയോഗിച്ച് അവിടുത്തെ ഹൈവേകൾ ബ്ലോക്ക് ചെയ്യാമായിരുന്നു അവർക്ക്. പ്രവാചക സ്നേഹത്തിന്റെ മകുടോദാഹരണങ്ങളായി ലോകത്ത് ജീവിച്ച അവരോളം തുല്യതയുള്ള ഒരാളും ഈ ഭൂമുഖത്തില്ല. ഒരു സുന്നിയുമില്ല, ഒരു മുജാഹിദുമില്ല. ഉണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലിനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ പ്രവാചക തിരുമേനിയെ? അതിന്റെ താഴെയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ താഴെയല്ലേ ബാക്കിയുള്ള ആളുകളെല്ലാം അല്ലേ? നിങ്ങൾ ആലോചിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വരുന്നത് കണ്ടാൽ ആ ജന്മശത്രുവായ പിശാച് ഓടി ഒളിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ധീരനായ ഉമർ. ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ ചരിത്ര കാലഘട്ടം
യശോധവളമായ സുന്ദരമായ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടം അല്ലേ? മഹാത്മാഗാന്ധി സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം, ഗാന്ധിജി ഇഷ്ടപ്പെട്ട ഭരണം, അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണമായി. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഭരണാധികാരി 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, 10 റബീഉൽ അവ്വൽ കടന്നുപോയി അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലേ? എല്ലാ മുസ്ലിങ്ങൾക്കും ആലോചിക്കാം, സുന്നികൾക്കും മുജാഹിദുകൾക്കും ഒരുപോലെ നീതിയുടെയും ന്യായത്തിന്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും മത്സരയെ ഓർത്തുകൊണ്ടും നമുക്ക് ആലോചിക്കാം. റസൂലിനെ സ്നേഹിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് 10 റബീഉൽ അവ്വൽ 12 വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്ത് ഒരു നബിദിന റാലി അവർ സംഘടിപ്പിക്കാതിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അവരുടെയൊക്കെ സ്നേഹത്തിന് ചില കപടതകൾ ഉണ്ടായി ഉണ്ടോ? മുജാഹിദുകളെ പറ്റി പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് എന്ന് പറയാം അല്ലേ? അങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാം, ആയിക്കോളൂ. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അതാവില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ് വലുത്. എല്ലാവരും മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ കോടതിയാണ് വലുത്. അവിടെ റബ്ബിന്റെ തീരുമാനം എന്ത്, അതാണ് ഏതൊരു ലോകത്ത് ജീവിക്കുന്ന വിശ്വാസിയുടെയും മഹത്വത്തിന്റെ മാനദണ്ഡം എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആലോചിക്കുക, പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കണം എന്നുള്ളതാണ്. വഴിയോട് ധർമ്മമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, നിങ്ങളൊരു മരച്ചുവട്ടിലിരിക്കുമ്പോ ആ മരത്തിന്റെ ചുറ്റുവട്ടത്ത് മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞു പ്രവാചകൻ. അത് വഴിയോടുള്ള ധർമ്മത്തിലെ ഒരു ഘടകമാണ്. അവിടെ യാത്രക്കാരായി വരുന്നവരെ നിങ്ങൾ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ സുഗമമായ യാത്രകൾക്ക് തടസ്സം നിൽക്കുന്നവരാവരുത് നിങ്ങൾ എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ ഉപരിയായി അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് പ്രവാചക തിരുമേനിയാണ്. ആ പ്രവാചക തിരുമേനിയെ നെഞ്ചിലേറ്റിയ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ആ പ്രവാചകൻ പഠിപ്പിച്ച വചനങ്ങളെ അക്ഷരത്തിലും അർത്ഥത്തിലും ആശയത്തിലും നെഞ്ചോട് നെഞ്ചി ഏറ്റാൻ കഴിയുന്നവനാണ് സാക്ഷാൽ വിശ്വാസി, മുജാഹിദായാലും സുന്നിയായാലും. അതാണ് സലഫി പ്രസ്ഥാനം ആ വിഷയത്തിലെ അവരുടെ കാഴ്ചപ്പാട്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഇ ഫിൽ ജന്ന. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ സുന്നത്തിനെ സ്നേഹിക്കലാണ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലല്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകന്റെ മഹത്വം നമ്മളെക്കാൾ ഉപരിയായി പറഞ്ഞവരാണ് പാശ്ചാത്യ എഴുത്തുകാരില്ല അല്ലേ? ലോകത്ത് ഏറ്റവും വലിയ മഹാന്മാരുടെ ചരിത്രം പഠിച്ചിട്ട് ദി മോസ്റ്റ്